welcome back to my channel. In the vegetable rava upma very simple breakfast. നമുക്ക് ഉപ്മാ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം റവ ഇട്ട് കൊടുക്കണം. നമുക്കത് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്മാവാക്കാൻ തുടങ്ങാം. അപ്പം ഞാനൊന്ന് റോസ്റ്റ് ചെയ്യട്ടെ. ഒരു 2-3 മിനിറ്റ് ഇത്രയും വേണ്ടു. നമുക്ക് കളറൊന്നും മാറാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് റോസ്റ്റ് ആവും. ഞാൻ പറഞ്ഞ പോലെ ഒന്നും കളർ മാറാനൊന്നും നിൽക്കണ്ട. റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേക സ്വാദ് വരും കേട്ടോ. അത് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ റോസ്റ്റ് ചെയ്തത്. ഇനി ഞാൻ ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കൊരു 3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2-3 ടീസ്പൂണോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂണോളം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക്, ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു വെജിറ്റബിൾ ഉപ്മാവിലേക്ക് സവാളയും ഇഞ്ചിയും കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അടുത്തത് നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കുഞ്ഞു സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി തന്നെ മതിയാവും. ഇതെല്ലാം ഒന്ന് ഇളക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റായി. ഞാൻ ഇതിലേക്ക് ഇനി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 1/4 കപ്പ് ക്യാപ്സിക്കം, ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം, ഒരു 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് ക്യാരറ്റ്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. അതേമാതിരി ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്, പച്ചപ്പട്ടാണി, അതും ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് കണ്ടോ, ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് വെജിറ്റബിൾസ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം, ഉപ്പിടാം. അതുമാതിരി വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഏകദേശം നമ്മൾ 3/4 കപ്പാണ് റവ എടുത്തത്. ഞാനിതിലേക്ക് ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, ഇതൊന്ന് തിളക്കട്ടെ. ഇനി ഒന്ന് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമ്മുടെ റവ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, കുറച്ചായിട്ട് ഇട്ടിട്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് വെള്ളമെല്ലാം അബ്സോർബ് ആയിട്ടുണ്ട്. എന്നാലും ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്, ബട്ട് സ്റ്റിൽ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.